സാധാരണയായി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന നേതാക്കന്മാരുടെ കഥകളാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. പാർട്ടിക്കാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും പിൽക്കാലങ്ങളിൽ ട്രോളുകളായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമൊക്കെ ഇത്തരം കഥകൾ തന്നെയാണ്. നിരവധി വ്യക്തികളെ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ അബ്ദുള്ളക്കുട്ടി മുതൽ അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ, ടോം വടക്കൻ എന്നിങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി വാഗ്ദാനങ്ങൾ നൽകി അവരുടെ സ്വന്തമാക്കി. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ എന്ന പേരെടുത്ത ജ്യോതിരാദിത്യ സിന്ധ്യയും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ വ്യക്തിയാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ എടുത്തു നോക്കിയാൽ കോൺഗ്രസ് വനിതാ നേതാവായിരുന്ന നടി ഖുഷ്ബു ഒടുവിൽ ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി നേതാക്കൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രോളുകളായി ജനങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ട്. എന്നാൽ അതേസമയം തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ? അത്തരത്തിൽ സംഭവിക്കുക ചുരുക്കമാണെങ്കിലും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട്, അതായത് ഏതെങ്കിലും ഒരു നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച സ്വീകരണമായിരിക്കും അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വീകരണം മാത്രമല്ല, മികച്ച രീതിയിലുള്ള പരിപാലനവും അവർക്ക് തുടർന്നുള്ള കാലങ്ങളിൽ ലഭിക്കും. ഞാനത് പറയാൻ കാരണം കേരളത്തിലെ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, സന്ദീപ് വാര്യർ. ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടി മാറിനെ പോലെ പണിയെടുത്ത സന്ദീപ് വാര്യർക്ക് അവിടെ നിന്നും ലഭിച്ച അവഗണനയിലും പരിഹാസങ്ങളിലും മനസ്സുമെടുത്ത് ഒടുവിൽ കോൺഗ്രസിലേക്ക് എത്തപ്പെട്ടതോടെ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് അവിടെ ലഭിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. സന്ദീപിന്റെ കടന്നുവരവ് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അതായത് സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നതും അദ്ദേഹത്തെ കോൺഗ്രസ് ഇരുകൈനീട്ടി സ്വീകരിച്ചതും കോൺഗ്രസിന് ദോഷകരമാകുമെന്നായിരുന്നു മറ്റു പാർട്ടിക്കാർ പ്രതീക്ഷിച്ചത്. അവരത് പലപ്പോഴായി വ്യക്തമാക്കുകയും ചെയ്തു. CPM ഒരു പടി കൂടി കടന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ വേളയിൽ സന്ദീപ് വാര്യർ പ്രത്യേക സപ്ലിമെന്റും പുറത്തിറക്കി. നേരത്തെ സന്ദീപ് ബി ജെ പി വിടുകയാണെന്ന സൂചനകൾ പുറത്തു വന്നപ്പോൾ ഇടതുപക്ഷക്കാർ പ്രതീക്ഷിച്ചിരുന്നത് സന്ദീപ് എത്തുന്നത് CPMലേക്കാണെന്നാണ്. മാത്രമല്ല, CPM നേതാക്കൾ സന്ദീപ് വാര്യർ സ്വീകരിക്കാൻ തയ്യാറായി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സന്ദീപ് ആ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് കോൺഗ്രസിലേക്കാണ് പോയത്. അതേ തുടർന്നാണ് സന്ദീപിനെ കുറിച്ച് അതുവരെ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷം അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് രൂക്ഷമായി ആക്രമിക്കാൻ ആരംഭിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ സന്ദീപിനെതിരെ ശക്തമായി രംഗത്തെത്തുകയായിരുന്നു. പുള്ളിയുടെ സംസാരം ഒരു തരത്തിലുള്ള പ്രാക്ക് പോയായിരുന്നു. നീ എവിടെ പോയാലും രക്ഷപ്പെടില്ലട എന്നൊക്കെയുള്ള ഒരു ടോണിലായിരുന്നു പുള്ളി സംസാരിച്ചത്. അതേസമയം സന്ദീപിന്റെ വരവിനെ കോൺഗ്രസുകാർ പ്രതീക്ഷയോടെയാണ് കണ്ടത്. സന്ദീപ് വന്നത് വെറുതെയല്ല. BJPയെയും RSSനെയും ഏതൊക്കെ രീതിയിൽ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ആക്രമിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നത്. മാത്രമല്ല, BJPക്കുള്ളിൽ നടക്കുന്ന കുടുംബാധിപത്യത്തെക്കുറിച്ചും K. സുരേന്ദ്രന്റെ ഏകാധിപത്യത്തെക്കുറിച്ചും വെട്ടിത്തുറന്ന് പറയാൻ സന്ദീപ് തയ്യാറായി. മുൻകാലങ്ങളിൽ തനിക്ക് മുസ്ലിം മത സമുദായത്തോട് എടുക്കേണ്ടി വന്ന നിലപാടുകൾ BJPയിലെ നേതാക്കൾ പറഞ്ഞിട്ടാണ് എന്നുള്ള തുറന്നു പറച്ചിലും അദ്ദേഹം നടത്തി. അന്ന് പറഞ്ഞതിനെല്ലാം ഇന്ന് മാപ്പും ചോദിച്ചു. ഇതെല്ലാം തിരിച്ചടിക്കുമെന്നായിരുന്നു BJPയുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും കണക്കുകൂട്ടൽ. മാത്രമല്ല, ഇത്രത്തോളം ഇസ്ലാം വിരുദ്ധത നടത്തിയ സന്ദീപ് വാര്യരെ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അംഗീകരിക്കില്ല എന്നും BJPയും ഇടതുപക്ഷവും കരുതി. ഇതൊന്നുമല്ല സംഭവിച്ചത്. സന്ദീപ് വാര്യർ ഒരു മാപ്പ് പറയുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം സന്ദീപിനെ കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് വാര്യരെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗുകാരാണ്. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഒക്കെ സന്ദീപ് വാര്യർക്ക് ക്ഷണവുമുണ്ട്. കഴിഞ്ഞ ദിവസം KMCC പരിപാടിക്കായി ബഹ്റിനിലെത്തിയ സന്ദീപ് അതിനു പിന്നാലെ ഇൻഗാസ് പരിപാടിക്കായി UAEയിലുമെത്തി. ശേഷം ഇൻഗാസ് യൂത്ത് പരിപാടിക്ക് ഖത്തറിലേക്കും അദ്ദേഹം പോകുന്നുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചത് BJPക്കാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അവിടെ കനത്ത തോൽവിയാണ് അവർക്ക് നേരിട്ടത്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യം കോൺഗ്രസിന് വോട്ട് കൂടുതൽ നൽകി എന്നുള്ള കാര്യത്തിൽ ഒരു പാർട്ടികൾക്കും സംശയമില്ല. ഇപ്പോൾ ഇതാ പുതിയ വാർത്ത പുറത്തു വരുന്നു. കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ പാർട്ടിയുടെ ഉന്നത ഘടകത്തിലേക്ക് നിയോഗിക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം കോൺഗ്രസ് പുനഃസംഘടന നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും സന്ദീപ് വാര്യർ കോൺഗ്രസ് സംഘടനയിലെ ഉയർന്ന തലത്തിലെത്തുമെന്നുള്ള ഉറപ്പ് KPCCയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സന്ദീപ് വന്നതിന് പിന്നാലെ നേട്ടങ്ങൾ മാത്രമേ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളൂ. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചു. സന്ദീപിന് പിന്നാലെ കോൺഗ്രസ് വിട്ട 1-2 പേരെ, അതും BJP സംഘടനാ തലത്തിലെ അനുഭവ പരിചയമുള്ള വ്യക്തികളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിനായി.
അതുകൊണ്ട് തന്നെ കൃത്യമായ ഗൗരവമേറിയ ഒരു പദവി സന്ദീപിന് നൽകി കോൺഗ്രസ് സംഘടനയുടെ ഉന്നത സ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കാൻ തന്നെയാണ് KPCC തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി മുതൽ ചാനൽ ചർച്ചകളിലും സന്ദീപിന്റെ മുഖം കോൺഗ്രസിന് വേണ്ടി എത്തുമെന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സമയത്ത് BJPയിലെ ചിലർ പറഞ്ഞു നടന്ന ഒരു കാര്യമാണ് MLAയും MPയുമായിരുന്ന അബ്ദുള്ള കുട്ടി തന്നെ BJPയിലേക്ക് വന്നല്ലോ എന്ന്. പക്ഷേ ഈ പറഞ്ഞതിന് യാതൊരു ലോജിക്കുമില്ല. ഒരു കാര്യം ശരിയാണ്, അബ്ദുള്ള കുട്ടി MPയും MLAയും ഒക്കെ ആയിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർ അതൊന്നും ആയിട്ടില്ല. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അബ്ദുള്ള കുട്ടി MPയും MLAയും ഒക്കെ ആയത് സ്വന്തം കഴിവുകൊണ്ടല്ല. ആദ്യം CPMയുടെ സംഘടനാ ശക്തിയും പ്രവർത്തകരും അബ്ദുള്ള കുട്ടിക്കൊപ്പം നിന്നതുകൊണ്ട് അദ്ദേഹം MP ആയി. പിന്നീട് കോൺഗ്രസിലേക്ക് പോയ ശേഷം അവരുടെ പിന്തുണയിൽ MLA ആയി. അല്ലാതെ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനായാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ കെട്ടിവച്ച കാശ് പോലും കിട്ടില്ലായിരുന്നു. അല്ല, അത് നമുക്ക് പരീക്ഷിക്കാനുള്ള സമയമുണ്ട്. ഒരു കാര്യം ചെയ്യൂ, സ്വതന്ത്രനായ ആരുടെയും സഹായമില്ലാതെ അബ്ദുള്ള കുട്ടി മത്സരിക്കേണ്ട. ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയായ BJPയുടെ സഹായത്തോടു കൂടി മാത്രം അബ്ദുള്ള കുട്ടി ഒന്ന് മത്സരിച്ച് നോക്കൂ. പിന്നീട് അബ്ദുള്ള കുട്ടിയുടെ വിശേഷണം മാറ്റേണ്ടി വരും. ദേശീയ മുസ്ലിം എന്ന വിശേഷണം മാറ്റി ദേശീയ തോൽവി എന്നാക്കേണ്ടി വരും. ഉറപ്പ്.